സഹൃദയരെ, ടീം മയാമി അവതരിപ്പിക്കുന്നു വൈശാലി. ഒരു തുണ്ട് കാർമേഘം പോലുമില്ലാതെ അഗ്നിമഴ പെയ്യുന്ന നീലാകാശത്തിന് താഴെ ഒരു തുള്ളി നനവിന്റെ സ്പർശം പോലും ഏൽക്കാതെ ചത്തൊടുങ്ങുന്ന മനുഷ്യന്റെയും പക്ഷിമൃഗാദികളുടെയും ജഡം ചുമക്കുന്ന ഭൂമിയിൽ തോരാത്ത പെരുമഴ പെയ്യിക്കാൻ ഒരു പെൺകരുത്തിന് കഴിഞ്ഞു. വൈശാലി ആർത്തിരമ്പി പെയ്യുന്ന ആ പേമാരിയെ വാരിപ്പുണർന്ന മണ്ണിന്റെ നനവാർന്ന ആത്മാവിലേക്കൊടുവിൽ ആ സാഹസിക നായികയ്ക്ക് അലിഞ്ഞു ചേരേണ്ടി വന്നു. ജന്മനാടിന് വേണ്ടിയുള്ള ആ ആത്മബലിക്ക് കാലം സാക്ഷിയാക്കേണ്ടി വന്നു. ഈ സർഗസൃഷ്ടിയുടെ സാക്ഷാത്കാരത്തിനായി അരങ്ങിൽ വേഷമിടുന്നവർ സർവശ്രീ ബിനീഷ് വിശ്വംഭരൻ, ഗോപൻ നായർ, ശ്രീരേഖ ശ്രീകുമാർ, സോമൻ പണിക്കർ, എബ്രഹാം കളത്തിൽ, സന്ധ്യ പത്മകുമാർ, ശിവഗംഗ, ദക്ഷ പത്മകുമാർ, ഹിമഗംഗ, തീർത്ഥ പത്മകുമാർ, വിനോദ് നായർ. രംഗസംവിധാനം സുരേഷ് പള്ളിക്കുത്ത്. ശബ്ദവും വെളിച്ചവും ശ്രീകുമാർ ഹരിലാൽ, രഞ്ജിനി സുരേഷ്. ചമയ സംവിധാനം ലക്ഷ്മി വിനോദ്. സഹസംവിധാനം വിനോദ് പി നായർ, ഫ്ലോറിഡ. രചന, സംഗീതം, സാക്ഷാത്കാരം മാനാനം ബി വാസുദേവൻ. സൂത്രധാരൻ, അഭിമന്യരായ ഗുരുജനങ്ങളും പൗരമുഖ്യന്മാരും സഹൃദയ ശ്രോതാക്കളും അടങ്ങുന്ന സഭാവാസികൾക്ക് സ്വാഗതം. ചരിത്രാതീത കാലത്ത് ബ്രാഹ്മണ ശാപം കൊണ്ട് തുടർച്ചയായി 12 വർഷം മഴ പെയ്യാതിരുന്ന രാജ്യമായിരുന്നു ലോമപാത മഹാരാജാവിന്റെ അംഗരാജ്യം. അതികഠിനമായ സൂര്യതാപമേറ്റ് അംഗരാജ്യത്ത് ജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങിക്കൊണ്ടേയിരുന്നു. അംഗരാജ്യത്തിന്റെ ഭരണാധികാരിയും പ്രജാക്ഷേമ തൽപരനുമായ ലോമപാത മഹാരാജാവ് മഴ പെയ്യുന്നതിനായി നിരവധി ഹോമയാഗങ്ങൾ അനുസ്യൂതമായി നടത്തിയെങ്കിലും അവയ്ക്കൊന്നും ആകാശത്തൊരു തുണ്ട് കാർമേഘത്തെ പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ രാജഗുരുവിന്റെയും മഹാപുരോഹിതന്മാരുടെയും നിർദ്ദേശപ്രകാരം ത്രികാലജ്ഞാനികളായ ജ്യോതിഷികളുടെ പ്രശ്നവിധിയിൽ പരിഹാരമാർഗം കണ്ടെത്തി. വിഭാണ്ഡകമല. തലസ്ഥാന നഗരിയായ ചെമ്പാപുരിയിൽ നിന്നും 10,000 യോജന അകലെ മനുഷ്യവാസമില്ലാത്ത നരഭോജികളായ ഹിംസ്ര ജന്തുക്കൾ മെയ്യുന്ന വിഭാണ്ഡകമലയിലെ ആശ്രമത്തിൽ വിഭാണ്ഡകമുനിക്ക് മാൻപേടയിൽ ജനിച്ച് അതിതപോബലവാനും ജിതേന്ദ്രിയനുമായ ഋഷ്യശൃംഗനെ തലസ്ഥാന നഗരിയിലെത്തിച്ച് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന യാഗം ചെയ്യിച്ചാൽ മാത്രമേ ഇനിയൊരു വസന്തം അംഗരാജ്യത്തെ ആശ്ലേഷിക്കുകയുള്ളൂ. ഇതായിരുന്നു ആ സുപ്രധാന പ്രശ്നവിധി. മഹാപുരോഹിതന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രന്റെ വജ്രായുധമായ സ്ത്രീ എന്ന പ്രതിഭാസത്തെ തന്നെ നിയോഗിച്ച് ദൗത്യ നിർവഹണം നടത്താൻ മഹാരാജാവ് തീരുമാനിച്ചു. ഇന്ദ്രിയ ചലനത്തിലൂടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന അതിസുന്ദരിയും കൊട്ടാരം നർത്തകിയുമായ മാലിനിയെയാണ് ഈ നിയോഗത്തിനായി മഹാരാജാവ് മനസ്സിൽ കണ്ടത്. അന്ന് കൊട്ടാരം നർത്തകി മാലിനിയുടെ മകൾ വൈശാലിയുടെ നൃത്തസഭാ പ്രവേശ ദർശനത്തിനായി മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് സഭാമണ്ഡപത്തിലേക്ക് എഴുന്നള്ളി. അങ്ങനെ വൈശാലിയുടെ സഭാപ്രവേശ സുമുഹൂർത്തം സമാഗതമായിരിക്കുന്നു.
മനോഹരമായി. മാലിനി, നിന്റെ മകൾ രാജനർത്തകിയല്ല, ദേവനർത്തകിയാണ്. ഇന്നു മുതൽ അവളെ കൊട്ടാരം ആസ്ഥാന വിദ്വാൻമാർക്ക് തുല്യമായ ബഹുമതി നൽകുന്നതായി നാം പ്രഖ്യാപിക്കുന്നു. എല്ലാം വൈശാലിയുടെ മഹാഭാഗ്യമാണ്. മാലിനി, അടിയൻ സാഹസികമായ ഒരു യജ്ഞം നാം നിന്നെ ഏൽപ്പിക്കുകയാണ്. വർഷങ്ങളായി മഴ പെയ്യാതെ സൂര്യതാപത്താൽ വെന്തുരുകുന്ന ഈ രാജ്യത്തിന്റെ ദുസ്ഥിതി ഇനിയും തുടർന്നാൽ ഈ മണ്ണൊരു ശ്മശാന ഭൂമിയായി മാറും. അടിയൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പൊന്നുതമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അരുളി ചെയ്താലും. 10,000 യോജന അകലെ മനുഷ്യവാസമില്ലാത്ത വിഭാണ്ഡകമലയിൽ അച്ഛനെ മാത്രം കണ്ടുവളരുന്ന വിഭാണ്ഡകമുനിയുടെ മകൻ ഋഷ്യശൃംഗനെ ചെമ്പാവരിയിൽ എത്തിച്ച് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന യാഗം ചെയ്യിച്ചാൽ മാത്രമേ ഈ മണ്ണിന്റെ ബ്രാഹ്മണശാപം അസ്തമിക്കൂ. അതിസാഹസികമായ ഈ യജ്ഞം നീയായി തുടങ്ങി വെക്കണം. ഉത്തരവ്. അവിടുന്ന് കൽപ്പിച്ചാൽ ജീവൻ പോലും വെടിയാൻ അടിയൻ തയ്യാറാണല്ലോ. എങ്കിലും കൗമാര പ്രായക്കാരനായ മുനികുമാരനെ ആകർഷിക്കാൻ കഴിയുന്ന പ്രായം എന്നിൽ അസ്തമിച്ചതായി എന്റെ മനസ്സ് പറയുന്നത് പോലെ വിഭാണ്ഡക മലയിലേക്ക് വൈശാലി പോകും. മാലിനി, പാറക്കൂട്ടങ്ങൾ കാവൽ നിൽക്കുന്ന വിഭാണ്ഡകമറയിൽ സദാസമയവും മേഞ്ഞു നടക്കുന്നത് നരഭോജികളായ ഹിംസ്ര ജന്തുക്കളാണെന്ന് നിനക്കറിയില്ല. പ്രഭു, അവളുടെ സിരകളിൽ ഓടുന്നത് ക്ഷത്രിയ രക്തമാണ്. ഋഷ്യശൃംഗനെ കൂട്ടിക്കൊണ്ടുവരാൻ അവൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ വിഭാണ്ഡകമലയിൽ മാതൃരാജ്യത്തിനു വേണ്ടി വന്യമൃഗങ്ങൾക്കിരയാകുന്ന ആദ്യ രക്തസാക്ഷി വൈശാലിയായിരിക്കും. വൈശാലി നമ്മുടെ മകളാണ്. മാലിനി, 1000 അശ്വമേധം ജയിച്ച ആത്മസംതൃപ്തിയോടെ ഈ മാതൃസാക്ഷ്യം നാം ഉൾക്കൊള്ളുന്നു. ഒരു അപേക്ഷ മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ. ഋഷ്യശൃംഗനെ കൂട്ടിക്കൊണ്ടുവരാൻ വൈശാലിക്ക് കഴിഞ്ഞാൽ പ്രജാസമക്ഷം നമ്മുടെ മകളെ ഋഷ്യശൃംഗന് അവിടുന്ന് കന്യാദാനം ചെയ്തു കൊടുക്കണം. എല്ലാവരും അറിയട്ടെ, വിഭാണ്ഡകമലയിൽ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായത് സ്വന്തം മകളാണെന്ന്, നമ്മുടെ മകളാണെന്ന്. ഒരു പിതാവിന്റെ ധാർമ്മികമായ കടമ നിർവഹണം നാം മനസ്സിൽ സൂക്ഷിക്കുന്നു. ആരുടെ അടിയൻ. അടുത്ത ശുക്ലപക്ഷത്തിലെ സംക്രമ പുലരിയിൽ മാലിനി വൈശാലിയുമൊത്ത് വിഭാണ്ഡകമലയിലേക്ക് വഞ്ചിമാർഗം പുറപ്പെടാനുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കട്ടെ. സഹയാത്രികരായി അന്തപുര നർത്തകിമാരും അതിസാഹസികരായ യോദ്ധാക്കളും ദിശാബോധമുള്ള വഞ്ചിപാലകരും ഒപ്പം ഉണ്ടായിരിക്കണം. ഉത്തരവ്. മാലിനി വിഷമിക്കേണ്ട. ശുഭാപ്തി വിശ്വാസത്തോടെ ധൈര്യമായിരിക്കൂ. അശുഭമാണ് സംഭവിക്കുന്നതെങ്കിൽ കൂടെ പോയവരെല്ലാം തിരികെ എത്തും. ഞാനുണ്ടാകില്ല.
മനസ്സിലായില്ല. ഇങ്ങനൊരു ജീവിയെ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ മായാവിയാണോ? ഞാൻ അടുത്ത മലയിൽ നിന്ന് ചമത തേടി വന്ന ഒരു മുനികുമാരിയാണ്. അങ്ങേപ്പോലെ എവിടെ നിന്നോ താമരപ്പൂവിന്റെ ഗന്ധം ഒഴുകി വരുന്നത് പോലെ. അതെന്റെ വിയർപ്പിന്റെ ഗന്ധമാണ്. താങ്കളുടെ സ്വരം കുയിലിന്റെ നാദത്തെക്കാൾ മധുരതരം. ഈ കണ്ണുകൾ ഏഴുമാൻമിഴികൾ പോലെ ഇളകുന്നില്ല. കൈകൾക്ക് എന്ത് മൃദുത്വം. അജ്ഞാതമായ ഏതോ ഒരു അനുഭൂതി ഇപ്പോൾ എന്നെ സ്വാധീനിക്കുന്നത് പോലെ. അങ്ങ് ഉദയസൂര്യനെ പോലെ തേജസ്വിയാണ്. മന്ത്രാക്ഷരം അലിഞ്ഞു ചേർന്ന ഈ ആശ്രമ പശ്ചാത്തലം എത്ര തന്നെ. അങ്ങ് വിഭാണ്ഡക മുനിയുടെ മകനാണല്ലേ? അതെ, ഋഷിശൃംഗൻ. അച്ഛനെ അല്ലാതെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങിവിടെ ഒറ്റയ്ക്കാണല്ലേ? ഈ വനത്തിലെ പക്ഷിമൃഗാദികളെല്ലാം എന്റെ കളിത്തോടരാണ്. കളിത്തോഴരോടൊപ്പം എന്നെ കൂടി ഉൾപ്പെടുത്തുമോ? അച്ഛൻ അനുവദിക്കില്ല. വരും, ആശ്രമത്തിലേക്ക് സ്വാഗതം. ഇനിയൊരു സന്ധ്യയ്ക്ക് ചമതയൊരുക്കാൻ ഇതുവഴി വീണ്ടും വരുമേ. ഇനിയൊരു സന്ധ്യയ്ക്ക് ചമതയൊരുക്കാൻ ഇതുവഴി വീണ്ടും വരുമേ. ഞാൻ വരുമേ. ത്രിസന്ധിയോട് അടുത്തതറിഞ്ഞില്ലേ? ആശ്രമ ചട്ടങ്ങൾ മറന്നതുപോലെ കണ്ണിലെന്താണ് ഒരു ഉത്കണ്ഠ. ഉണ്ണിയുടെ മനസ്സിലാക്കാൻ ഇന്ദ്രൻ ഏതോ മായാവിയെ നിയോഗിച്ചതായി നാം മനസ്സിലാക്കുന്നു. മായാവി ആരാണെങ്കിലും ജ്ഞാനദൃഷ്ടിയിലൂടെ കണ്ട് ഭാസ്മമാക്കുന്നുണ്ട്. അച്ഛൻ സമാധാന ചിത്തനായിരുന്നാലും മായാവി ആരായിരുന്നാലും എന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ ഞാൻ അനുവദിക്കില്ല. മനസ്സിനെ പൂർണ്ണമായി മുക്തമാക്കുവാനുള്ള വിധി അവിടുന്ന് ഉപദേശിച്ചാലും. ഉണ്ണി, സപ്തർഷികളുടെ ജ്ഞാനവും തപോബലവും നിനക്കകലെയല്ല. അനുചിതമായ വിധി കണ്ടെത്താൻ ഉണ്ണിക്ക് തന്നെ കഴിയും. ഇനി നാം മടങ്ങിയെത്തുന്നത് ശ്രാവണ ബലി കഴിഞ്ഞായിരിക്കും. തേജസ്വി ഭവ. ജാഗ്രതയോടെ തയ്യാറായിരിക്കാൻ അമ്മ എല്ലാവരോടും പറയുക. ഇത് അവസാന ശ്രമമാണ്. ഒന്നുകിൽ വിഭാണ്ഡകപുത്രൻ എന്നോടൊപ്പം വഞ്ചിയിലെത്തും, അല്ല എങ്കിൽ വിശന്നു വലയുന്ന സിംഹങ്ങൾക്ക് ഞാൻ ഇരയായെന്ന് കരുതുക. അശുഭ വചസ്സുകൾ പറയാതിരിക്കുമോളെ. ആ, അതാ മുനികുമാരനല്ലേ ആ ചരിവിറങ്ങി വരുന്നത്. സ്നാനത്തിനുള്ള പുറപ്പാടായിരിക്കും. അമ്മ വഞ്ചിയിലേക്ക് പൊക്കോളൂ. ഇപ്പോ കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താണ് ഈ അസമയത്ത് താഴ്വാരത്തിലേക്ക്? സ്നാനത്തിന് വേദത്തിന്റെ പൊരുൾ തേടുന്ന അച്ഛന് എന്നിൽ ആശങ്ക തോന്നി തുടങ്ങി. ആശങ്കയ്ക്ക് ഇടം നൽകിയത് മനസ്സിന്റെ ഏകാഗ്രത ഭഞ്ജനം. പരിഹാരമായി അച്ഛൻ എന്തരുൾ ചെയ്തു? മാർഗം കണ്ടെത്തിയത് ഞാൻ തന്നെ. ഈ വസന്തം കഴിഞ്ഞെത്തുന്ന വേനൽ പുലരിയിൽ അഗ്നിയെ സാക്ഷി നിർത്തി കഠിന തപസ്സനുഷ്ഠിക്കാൻ തയ്യാറായതായി ഞാൻ അച്ഛനെ അറിയിച്ചു. കഠിന തപസ്സിനായി മനസ്സിനെ മെരുക്കുന്ന അങ്ങയെ കാണാൻ ഇനി ഒരിക്കലും ഞാൻ ആശ്രമാന്തരീക്ഷത്തിലേക്ക്
വരില്ല. പിണങ്ങി പോകുന്നത് എങ്ങോട്ടെന്നറിയാതെ ഞാൻ വിടില്ല. പുണ്യം നേടാം. ഞാൻ വിളിച്ചാലും ഇനി ഒരിക്കലും വരില്ലേ? എപ്പോ വിളിച്ചാലും ആ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഉറക്കെ വിളി കേൾക്കും. ഗായത്രി മന്ത്രം പോലെ പരിശുദ്ധിയുള്ള അങ്ങയോട് ഞാൻ പറഞ്ഞതെല്ലാം കളമായിരുന്നു. ഞാൻ സ്ത്രീയാണ്. കൽപ്പാന്ത കാലത്തോളം പുരുഷന്റെ വികാരതലങ്ങളിൽ വാടാമലരാകേണ്ട സ്ത്രീ. സ്ത്രീ? ഞാൻ? പുരുഷൻ സ്ത്രീയുടെ തരള ഹൃദയത്തെ കാമപാഠം ചെയ്ത് കീഴടക്കേണ്ടവൻ. എന്നോടൊപ്പം വരില്ലേ? എവിടേക്ക്? ആളിക്കത്തുന്ന ചൂടിൽ അസ്തമയം കുറിക്കുന്ന എന്റെ ജന്മനാടിന്റെ ദാഹം തീർക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. നിശബ്ദം! നിശബ്ദം! യജ്ഞവേദിയിലേക്ക് എഴുന്നള്ളുന്ന പുണ്യ തേജസ്വിയായ ഋഷ്യശൃംഗനെ പൂർണ്ണകുംഭം നൽകി ആനയിക്കുന്നതിലേക്ക് മഹാരാജ തിരുമനസ് എഴുന്നള്ളുന്നു. പ്രജകൾക്ക് ഈ വേദിയിലേക്ക് പ്രവേശനമില്ല. അഷ്ടദിക്പാലകർ സാക്ഷിയായി നിൽക്കുന്ന യജ്ഞവേദിയിലേക്ക് പുണ്യാത്മാവേ അവിടുന്ന് എഴുന്നള്ളിയാലും കരിഞ്ഞു വെണ്ണീറായ ഈ മണ്ണ് ശൂന്യമായ ആകാശത്തിലേക്ക് നോക്കി വേഴാമ്പലിനെ പോലെ വിലപിക്കുകയാണ്. അവിടുന്ന് യജ്ഞവേദിയിലേക്ക് എഴുന്നള്ളിയാലും പ്രജകളെ, യജ്ഞവേദിയിൽ ഋഷ്യശൃംഗൻ യാഗം ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾ പ്രാർത്ഥനാ നിരതരായിരിക്കുക. ആകാശത്ത് കാർമേഘങ്ങൾ എത്തുമ്പോ നിങ്ങൾക്ക് മനസ്സ് നിറയെ ആഹ്ലാദിക്കാം, ആഹ്ലാദിക്കാം. മോളെ നോക്കൂ, പെയ്യാൻ പോകുന്ന അമൃതമഴയുടെ ഇന്ദ്രധനുസാണ് മാനത്ത് വിരിയുന്നത്. അമ്മ ഇതുവരെ പറയാതിരുന്ന ഒരു സത്യം കൂടി മോൾ അറിഞ്ഞിരിക്കണം. നിനക്ക് ജന്മം നൽകിയത് പൊന്നുതമ്പുരാൻ തിരുമനസ്സാണ്. അമ്മേ, വരൂ, അമ്മ മോളെ അണിയിച്ചിരിക്കട്ടെ. മഹാരാജൻ, താങ്കളുടെ അന്തരംഗം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. വൈശാലി ചെയ്ത സേവനത്തിന് അവൾക്ക് സമ്മാനമായി എന്ത് നൽകിയാലും അതൊരിക്കലും അമിതമാകില്ല. പക്ഷേ രാജഗുരുവായ നാം ആധികാരികമായി ആജ്ഞാപിക്കുന്നു, ഋഷ്യശൃംഗനെ വർണ്ണമാല്യം അണിയിക്കാൻ വൈശാലിയെ ക്ഷണിക്കരുത്. ക്ഷത്രിയ ബീജമാണെങ്കിലും അത് ഉൾക്കൊണ്ട ഗർഭപാത്രം വേശ്യയുടേതാണ്. അതുവാകേണ്ടത് അങ്ങയുടെ വളർത്തുപുത്രി ശാന്തയാണ്. ശാന്തയ്ക്ക് മാത്രമാണ് അതിനുള്ള അർഹത. ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ മംഗളകർമ്മം നടക്കട്ടെ.
വൈശാലി, അമ്മേ, ഞാൻ ധന്യയായി. ഈ കരിഞ്ഞ മണ്ണിന്റെ നനവാർന്ന ആത്മാവിലേക്ക് ഞാൻ അലിഞ്ഞു ചേരട്ടെ. എന്റെ അച്ഛന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്നിലൂടെ പൂർണ്ണമായല്ലോ. ഒരു ദേശത്തിന്റെ പുനരുജ്ജീവന മന്ത്രമായി തീരാൻ കഴിയുന്നതിലേറെ മറ്റൊരു സ്വർഗമില്ലമ്മേ. ചെമ്പാപുരി, നീ നിത്യഹരിതം, നിത്യഹരിതം, നിത്യഹരിതം. മാറി മാറി വരുന്ന വ്യവസ്ഥിതിയിൽ മാറ്റപ്പെടുത്താൻ കഴിയാത്ത വ്യവസ്ഥയുടെ തുടർക്കഥയിൽ സ്ത്രീ എന്നും ദുരന്ത നായികയാണ്. വൈശാലി പൂർണ്ണമാകുന്നു.